ഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണീയം ദശകം 32 ശ്ലോകം 1-2 മത്സ്യാവതാരം. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിരം കരുണാസമുദ്രം രാധാസ്വകായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്ലോകം 1. പുരാ ഹയഗ്രീവമഹാസുരേണ ഷഷ്ടാന്തരാന്തോദ്യത കാണ്ഡകൽപീം നിദ്രോന്മുഖ ബ്രഹ്മമുഖാൻ ഹൃദേഷു വേദേഷു അതിൽ സ്വകില മത്സ്യരൂപം. അന്വയം. അർത്ഥം. പുര പണ്ട്, ഷഷ്ടാന്തരാന്തോദ്യത കാണ്ഡകൽപേ ഷഷ്ടാന്തരാന്തോദ്യത കാണ്ഡകൽപേ 6ാമത്തെ മന്വന്തരത്തിൻ്റെ അവസാനം സംഭവിച്ച നൈമിത്തിക പ്രളയത്തിൽ ഹയഗ്രീവ മഹാസുരനാൽ നിദ്രോന്മുഖ ബ്രഹ്മമുഖാൻ ഉറങ്ങാൻ തുടങ്ങിയ ബ്രഹ്മാവിൻ്റെ മുഖത്തു നിന്നും വേദേഷു ഹൃദയേഷു വേദങ്ങൾ അപഹരിക്കപ്പെട്ടപ്പോൾ മത്സ്യരൂപം മത്സ്യത്തിൻ്റെ രൂപത്തെ അതിൽ സാകില അങ്ങ് എടുത്തുവല്ലോ. ഹരിയോ. സാരം. പണ്ട് ചാക്ഷുഷം എന്ന 6ാം മന്വന്തരത്തിൻ്റെ അവസാനം ഉറക്കത്തിലേക്ക് വഴുതി വീണ ബ്രഹ്മാവിൻ്റെ മുഖത്തു നിന്നും ഹയഗ്രീവൻ എന്ന മഹാസുരൻ വേദങ്ങൾ അപഹരിച്ചു കൊണ്ടുപോയി. അപ്പോൾ അങ്ങാകട്ടെ ഒരു മത്സ്യരൂപം എടുക്കുവാൻ തയ്യാറായി. ഹരിവും. ഓം ഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്ലോകം 2. സത്യം വൃതസ്യ തിരുമളാദിഭർത്രൻ നദീജലേ തർപ്പയതസ്തദാനീം കരാഞ്ജലൗ സഞ്ചലിതാകൃതിസ്ത്വം അദൃശ്യതാ കച്ചന ബാലമീനഃ. അന്വയം. അർത്ഥം. തദാനീം അപ്പോൾ, നദീജലേ കൃതമാലാ നദിയുടെ ജലത്തിൽ തർപ്പയതഃ തർപ്പണം ചെയ്യുന്ന ദ്രമിളാദിഭർതൃക ദ്രമിഡ രാജാവായ സത്യവ്രതസ്യ സത്യവ്രതൻ്റെ കരാഞ്ചലൗ കയ്യിൽ സഞ്ജ്വലിതാകൃതി ഉജ്ജ്വലിക്കുന്ന രൂപത്തോടു കൂടിയ കച്ചന ഒരു ബാലമീനഃ മത്സ്യക്കുഞ്ഞായി ത്വം അങ്ങേ അദൃശ്യത കാണപ്പെട്ടു. ഹരിവും. സാരം. ആ സമയത്ത് കൃതമാലാ നദിയിൽ തർപ്പണം ചെയ്തുകൊണ്ടിരുന്ന സത്യവ്രതൻ എന്ന ദ്രമിഡ രാജാവിൻ്റെ കൈക്കുമ്പിളിലെ ജലത്തിൽ അങ്ങ് ഉജ്ജ്വല ശോഭയോടുകൂടിയ ഒരു ചെറു മത്സ്യമായി അവതരിച്ചു. ഹരിവും.